Hello everyone, on next വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി ക്രൂഡ് ഓയിൽ പ്ലസ് എൻജിയുടെ അനാലിസിസ് അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. മണ്ടത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്ത ലെവൽസിലാണ് ഈ പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി നമ്മുടെ ഈ ചാനലിൻ്റെ ബ്രേക്ക് ഔട്ടായി, റൈറ്റ്? നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഫുൾ ബ്രേക്ക് ഔട്ടായി. ഈ ചാനൽ നമ്മൾ ഇത്ര ദിവസമായിട്ട് ഇങ്ങനെ റീഡ് ചെയ്യുന്നത് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ബിഗർ ടൈം ഫ്രെയിമിലാണ് ഇത് ഫുൾ എ, ഇത് ടോട്ടൽ ബി ആൻഡ് ദെൻ സി ആണ് ഇപ്പോൾ മുകളിലേക്ക് കൗണ്ട് ചെയ്തിരിക്കുക. സി നമുക്ക് നോക്കാം. ഓക്കെ, എന്തിനാ ഇത് ബി എന്തിനാ റീസൺ എന്ന് വെച്ചാൽ ബി എപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ ബി ടൈം ടേക്കിംഗ് ആയിരിക്കും ആൻഡ് ചാനലിലായിരിക്കും. സെക്കൻഡും അങ്ങനെയാണ്, സെക്കൻഡ് വേവും ചാനലിൽ ഉണ്ടാവാറുണ്ട്. ബട്ട് ബി ടൈം ടേക്കിംഗ് ആയി ഒത്തിരി കൺസോളിഡേഷൻ അതൊക്കെ ഉണ്ടാവും. സോ ഇത് ഓൾമോസ്റ്റ് പകുതി ഫോം ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. മീൻസ് ബി ആണ്. ഓക്കെ, ബി ആണെങ്കിൽ ദെൻ സി ആയിരിക്കും, പിന്നെ നമുക്ക് മുകളിലേക്ക് ഫോം ചെയ്ത്. ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് ട്രാങ്കിൾ ആണ്. സോ ട്രാങ്കിൾ ആണെങ്കിൽ ത്രീ മൂവ്സ് ഉണ്ടാവും. ഇത് കണ്ടോ, ഇവിടുന്ന് വരുന്ന ABC, മുകളിലേക്ക് പോയ ABC, സോ താഴേക്ക് വന്നത് ABC. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇങ്ങനെ നമ്മൾ റീഡ് ചെയ്യണത്. ഇത് A, ഇത് B, ഓക്കെ ഉണ്ടോ, C. ഇതുപോലെ മുകളിലേക്ക് പോയേക്കണേ ABC, ആൻഡ് താഴേക്ക് വന്നത് ഇത് ഇവിടുന്ന് ഈ ടോപ്പ് ഉണ്ട്. ഇത് AB ആൻഡ് ഫുൾ C. സോ ഇതുപോലെ മുകളിലേക്ക് പോകുമ്പോൾ ABC ആയിട്ടാണ് മുകളിലേക്ക് പോകേണ്ടത് പ്രൈസ്, റൈറ്റ്? പിന്നെ അപ്പോൾ ആ ഒരു സിനാരിയോയിൽ ഫുള്ള് മുകളിലേക്ക് പോയിട്ട് പിന്നെ ഒരു പ്രാവശ്യം ചിലപ്പോൾ ഇത് ഫുള്ള് മുകളിലേക്ക് തന്നെ പോകാനുള്ള ചാൻസസ് അവിടെ വരെ. ഈ ട്രാങ്കിളുടെ ഒരു റൂളുണ്ട്. അപ്കമിങ് ടൈമിൽ ഒരു വീഡിയോയിൽ റീൽ ഷെയർ ചെയ്ത് തരാം, അത് മറക്കണ്ട എല്ലാവരും കൂടി. ബട്ട് എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് വളരെ കുറവാണ്. ഒരിടയ്ക്കൊക്കെ ഇഷ്ടംപോലെ ലൈക്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ലൈക്ക് വളരെ കുറവാണ്. സോ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ ലിറ്റ് വേവിൻ്റെ റൂൾ, ആസ് പെർ റൂൾ, ട്രാങ്കിളുടെ റൂൾ എന്താ പറയുന്നത്? ട്രാങ്കിൾ ഇത് 81 പോയിൻറ്റ്, ഇത് മുകളിലേക്ക് തന്നെ ഇപ്പോൾ വരുന്ന മൂവ് ഉണ്ടല്ലോ, അത് മുകളിലേക്ക് അവിടെ ഓൺ ടോപ്പ് അവിടെ ടച്ച് ചെയ്യാൻ തന്നെ ഒന്നുമില്ല. ബട്ട് ഇത് മിനിമം ഈ ഒരു ഏരിയയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് 81.20%. ഓക്കെ, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ 81.20% ഇവിടെ ഈ റേഷ്യോ, അല്ലെങ്കിൽ ഓൺ ടോപ്പ്. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് വരും. നമുക്ക് വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാം, അത് എത്ര വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, സോ എനിവേ ഇപ്പം നെക്സ്റ്റ് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? ഇത്രയും നമ്മൾ ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എല്ലാവർക്കും. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക, തമ്പിടുക, അല്ലെങ്കിൽ ഹേർട്ട് എന്തെങ്കിലും മസ്റ്റായിട്ട് എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അന്ന് ലാസ്റ്റ് നമ്മുടെ ഈ ഒരു പോർഷനിൽ, ഈ ഒരു ഏരിയയിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ പ്രൈസ് ബോട്ടം ഔട്ട് ആവാൻ പോവുകയാണ്. ബോട്ടം ഔട്ട്, ലാസ്റ്റ് ഫോളാണ് ബോട്ടം ഔട്ട് ആകുമ്പോൾ, അല്ലെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് നെക്സ്റ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ ഞാൻ ഇവിടെ ക്ലിയർലി പറഞ്ഞായിരുന്നു. പ്രൈസ് ഇവിടെ ആൻഡ് ദെൻ പ്രൈസ് ഇവിടെ നിന്ന് ഗ്യാപ്പ് ആൻഡ് സൈഡ് വേസ് ഇത് കണ്ട, ഇതാണ് മുകളിലേക്ക്. ഇപ്പോൾ സൈഡ് വേസ് ആയിട്ട് ഇവിടെ നിർത്തി വെച്ചേക്കാനാണ് ഇപ്പം. ബട്ട് ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിലാണ് ഞാൻ പറഞ്ഞത് 25,200 സംതിങ്. ഇവിടെ ലാസ്റ്റ് ലെഗ് ഓഫ് ഫോൾ എവിടെ നിർത്തും നമുക്ക് അറിയില്ല. ശരിക്കും അങ്ങനെയാണ്, നമുക്കും അറിയില്ല, ആർക്കായാലും അത് അറിയാൻ പറ്റില്ല. ബട്ട് ഓൾമോസ്റ്റ് നമുക്ക് ഐഡിയ കിട്ടും ദറ്റ് ആസ് പെർ ടെക്നിക്കൽ ആസ് പെർ എലിറ്റ് വ്യൂ തിയറി പ്രൈസ് ഇവിടെ എവിടെയെങ്കിലും ഇവിടെ, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഇത്തിരി കൂടി താഴെ വന്നാലും പ്രൈസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് ദെൻ തിരിച്ച്, കാരണം എന്ന് വെച്ചാൽ ലെഗ് തീർന്നുണ്ട് ആൻഡ് ദെൻ തിരിച്ച് മുകളിലേക്ക് കയറും. ഓക്കെ, ഇതാണ് നമ്മുടെ ചാനൽ ലേൺ വിത്ത് ഫർമാൻ. ഇതെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കട്ടെ. ആൻഡ് ലാസ്റ്റത്തെ നമ്മുടെ വീഡിയോസ് ഇവിടെ വീഡിയോസ് സെക്ഷനിൽ വരികയാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു, ഇത് ഈ ഒരു ഐ തിങ്ക് 5 days മുന്നേ ഉള്ള വീഡിയോ ആണ്. ഇത് കണ്ടോ, ഈ ഒരു ബ്ലാക്ക് പോർഷന് പാനിക് ഫോൾ വരാൻ പോവുക. പാനിക് ഫോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ദി ലാസ്റ്റ് ലെഗ് ഓഫ് ഫോൾ 4 days മുന്നേ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ഫോൾ, ബിഗ് ബൗൺസ് വിൽ സൂൺ കം സൂൺ. ഓക്കെ, ഇതൊക്കെ ഞാൻ തംബ്നെയിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. റീസൺ നേരത്തെ പറയാനുള്ള ഒരു ഇതാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് നേരത്തെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്താലും തമ്പനെയിലും ഒരു എനിക്കും ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ 100% കൺഫർമേഷൻ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് ആർക്കും പിന്നെ അങ്ങനെ ഒന്നും യൂട്യൂബിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഓരോരോ കാര്യം പറയേണ്ട ആവശ്യമില്ല. പൈസ കൂട്ടി വയ്ക്കുക, പിന്നെ മിണ്ടാതിരുന്നാൽ പോരെ. പക്ഷേ അത് 100% ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല. അത് കാര്യം മനസ്സിലാക്കിയെടുക്കുക, ആർക്കായാലും. ഓക്കെ, ഈവൻ ഓപ്പറേറ്റേഴ്സിനും ഐ തിങ്ക് അവർക്കും ഉണ്ടാവില്ലായിരിക്കും. റീസൺ എന്ന് വെച്ചാൽ എല്ലാവർക്കും ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. യെസ്,
ഒരു ചാൻസസ് ഉണ്ട്, മീൻസ് 70-80% ചാൻസസ് ഉണ്ടാവും തിരിച്ച് കയറാം, മീൻസ് അങ്ങനെ ബോട്ടം ഔട്ടിൻ്റെ സംതിങ്. ചിലപ്പോൾ എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ, ബാഡ് ന്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ന്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സഡൻ ചിലപ്പോൾ ഗ്യാപ് ഡൗൺ ആയിട്ട് നമ്മൾ ട്രാപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. സോ നോക്കിയിട്ടേ പ്ലേ ചെയ്യാവുള്ളൂ, ചെറിയ പൊസിഷൻസ് മാത്രമേ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ലേണിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക, ലേൺ ചെയ്യുക ആദ്യം, ദെൻ ഏൺ ചെയ്യുക. ലിറ്റ് സ്റ്റോറി നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. എൻ്റെ ചാനലായാലും മറ്റ് ചാനലായാലും എവിടെ നിന്നായാലും നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക ലിറ്റ് സ്റ്റോറി. എനിക്ക് അത് തന്നെ പറയാനുള്ളതാണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താണ് നമുക്ക്? ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു ഇപ്പോൾ, ലെവൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, പ്രൈസ് അപ്പ് മൂവ് ആൻഡ് ദെൻ നെക്സ്റ്റ് ഡേ ഇത് കണ്ട ഇവിടെ നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് അപ്പ് ആക്കി ഇവിടെ പോസ് ചെയ്ത് നിർത്തി വെച്ചേക്കാനാണ് ഇവിടെ തന്നെ. ഓക്കെ, സൈഡ് വേസ് ആക്കി വെച്ചേക്കാനാണ്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് ഉണ്ടല്ലോ, ഇത്തിരി 15 മിനിറ്റ്സ്, ഐ തിങ്ക് 15 മിനിറ്റ്സ് നോക്കാം. യെസ്, നമ്മളിവിടെ നിന്ന് നോക്കുവാണെങ്കിൽ പ്രൈസ് ടൈപ്പ് ഓഫ് ഒരു ഇത് ഇങ്ങനത്തെ ഒരു ചാനലിലാണ് ഐ തിങ്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ഇത് തന്നെ എടുക്കുക, കോപ്പി, ക്ലോൺ ആൻഡ് ദെൻ വീണ്ടും താഴെ കൊണ്ടുവരിക. ഓക്കെ, ഇതാണ് ഇപ്പോൾ പ്രൈസ് കാണുന്നത്. സോ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ പ്രൈസ് ഇപ്പോൾ ചാൻസസ് ഉണ്ട് ഈ ചാനലിൽ ലോവർ പൊസിഷനിൽ ഓർ മിഡിൽ പൊസിഷൻ, ഈ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഈ ലൈൻ ടെസ്റ്റ് ചെയ്യാൻ വരും, അല്ലെങ്കിൽ ഇവിടെ വരും, ആൻഡ് ദെൻ വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, അങ്ങനെയൊക്കെ ഇപ്പോൾ ചാൻസസ് കാണുന്നുണ്ട്. ഇൻ ഷോർട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാനാണെങ്കിൽ ഇത് എങ്ങനെ റീഡ് ചെയ്യുക? ഇത് മൂവ് നോക്കണേ, 1, ഇത് സെക്കൻഡ് മൂവായി, ഇത് തേർഡ് മൂവായി, ഫോർത്ത് മൂവ് ഇവിടെ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ എവിടെ വരുന്നു അത് നോക്കുക, ഇവിടെ വരും, ആൻഡ് ദെൻ വീണ്ടും ഫിഫ്ത്ത് വരും. ഓക്കെ, വീണ്ടും ഒരു ഫിഫ്ത്ത് മൂവ്, ചില ഓൺ ടോപ്പ് അല്ലെങ്കിൽ ആ ടാർഗറ്റ് മേളിലത്തെ നമ്മുടെ ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, അതാണ് നമ്മുടെ ഇപ്പോൾ ഇനി സിനാരിയോസ്. സോ ഫോർത്ത് വരും, ഫോർത്ത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുക? ഫിബൊനാച്ചി എടുക്കുക, ഫിബൊനാച്ചി എടുത്തിട്ട് ഇതിനെ യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, സോ ഇതിൻ്റെ ഫുള്ള് ചാൻസസ് 50%. ദാറ്റ് മീൻസ് ഈ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഈ വരുന്ന മുകളിൽ നിന്ന് ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ റീടെസ്റ്റ് ഞാൻ ഡാർക്ക് മെറൂൺ ആക്കി എടുക്കാം. യെസ്, അപ്പോൾ ഡിഫറെൻറ്റ് ബ്രൗൺ പോലെ ആയി. ഓക്കെ, സോ ഈ ബ്രൗൺ ട്രെൻഡ് ലൈൻ്റെ റീടെസ്റ്റ് എടുക്കാൻ ചാൻസസ് ഉണ്ട്, ഓർ മാക്സിമം ഈ ഒരു ഏരിയയിൽ 81.0%. ബട്ട് ആ ഒരു തന്നെ ഇതിൻ്റെ ലോ അല്ലെങ്കിൽ 0യുടെ ലോ അല്ലെങ്കിൽ 2യുടെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ റൂൾ, അതാണ് പറയണത് റൂൾ, എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇവിടുന്ന് വന്നിട്ട് ഈ 50% റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ 50%ഉം പിന്നെ ബ്രൗൺ ലൈൻ്റെ ട്രെൻഡ് ലൈൻ്റെ ഈ ഒരു സപ്പോർട്ട്, സോ അവിടെ ഒരു കട്ട സപ്പോർട്ടാണ്, അത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഇവിടെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ വന്നിട്ട് റിവേഴ്സൽ തരുവാണെങ്കിൽ വെരി ഗുഡ്, റിവേഴ്സൽ പ്ലേ ചെയ്യാം ടു 5th, അല്ലെങ്കിൽ ബട്ട് ഇവിടെ എന്താ വെച്ചാൽ ഐ തിങ്ക് അല്ലെങ്കിൽ ഇത് ഷാർപ്പ് വരണം, ഐ തിങ്ക് ഇത് ഷാർപ്പ് വരണം. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ട 2 ഭയങ്കര സ്ലോ ആയിരുന്നു, അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ കൺസോളിഡേഷൻ ആയിരിക്കും. ട്രയാങ്കിൾ 333 കറിച്ചില്ലെങ്കിൽ മാറും. അതാണ് നോക്കാനുള്ളത്, എങ്ങനെയാണ് അത് മാറുന്നത്. ഓക്കെ, സോ അത് മണ്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ. പിന്നെ ബുളിഷ്നെസ് ഇതിൻ്റെ അഭാവം മാത്രമേ ബുളിഷ്നെസ്, ഏത് ഇന്നത്തെ ഹൈഡ് അഭാവം മാത്രം ബുളിഷ്. സോ മനസ്സിലാക്കി എടുക്കുക എങ്ങനെയാണ് എന്താണ് ഇത്. ഈസി അല്ല, ഞാനതേ തന്നെ പറയുള്ളൂ. ഒത്തിരി ടഫാണ്. ഈവൻ നമ്മുടെ ലൈഫിൽ ഞങ്ങൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോരോ പാർട്സ്, ഇഷ്ടംപോലെ പാർട്സ് ഉണ്ട് നിഫ്റ്റിയുടെ, മീൻസ് എലിറ്റ് വേവിൻ്റെ. സോ പഠിച്ചുകൊണ്ടിരിക്കുക, ബട്ട് റിസൾട്ട് കിട്ടും, ഈസി റിസൾട്ട് കിട്ടും. നമ്മുടെ ഓപ്ഷൻസിൽ എനിക്ക് തന്നെ പറയാനുള്ളത്, ഓപ്ഷൻസിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സിംഗിൾ ലോട്ട് വെച്ചത് എന്തെങ്കിലും ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ അതും ചെയ്യേണ്ട, പ്രാക്ടീസ് ചെയ്യുക. മോസ്റ്റ്ലി ഓപ്ഷൻസിൽ പ്രാക്ടീസ് ചെയ്യുക. റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനാണെങ്കിൽ റിസൾട്ട് സ്റ്റോക്സിലോ അങ്ങനെയൊക്കെ കിട്ടുകയുള്ളൂ. മനസ്സിലായോ? ഓപ്ഷൻസിൽ ഈസി റിസൾട്ട് കിട്ടാൻ ഈസി അല്ല. ഓപ്ഷൻസിൽ കാരണം വെച്ചാൽ പ്രീമിയം മീറ്റിംഗ് അത് ഇതിനകത്ത് സിങ്ക് അല്ല. ഇല്ല, പ്രീമിയം മീറ്റിംഗ് അതും ഇതൊക്കെ എല്ലാം ചെയ്യാം, സ്കാൽപ്പ് ചെയ്യാം. റിസൾട്ട് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, ബട്ട് അത് എക്സ്പെക്റ്റ് ചെയ്യണ്ട, അതാണ് ബെറ്റർ. ബട്ട് സ്റ്റോക്സിൽ ഐ തിങ്ക് പവർഫുൾ ആയിരിക്കും, പവർഫുൾ റിസൾട്ട് കിട്ടാൻ ചാൻസസ് നമുക്കുണ്ടാകും. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഐ തിങ്ക് നിഫ്റ്റിയിൽ ക്ലിയർ ആയിട്ടുണ്ടാകും. നിഫ്റ്റിയിൽ ഇൻ കേസ് ഹ്യൂജ് ഗ്യാപ്പ് എന്തെങ്കിലും ഇതിൻ്റെ ബിലോ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ എന്തെങ്കിലും ബാഡ് ന്യൂസ് വന്നിട്ട് വന്നാൽ, സോ 27,850-85 ഇതിൻ്റെ ബിലോ മാത്രമേ ബിഗർ ടൈം ഫ്രെയിമിൽ നമുക്ക് വീക്ക്നെസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അതുവരെ ഇത് ഓക്കെയാണ്. ഇനി വേഗം നമുക്ക് ക്രൂഡ് ഓയിൽ അനാലിസിസ് കിടക്കാം. പ്ലീസ് എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് എന്തെങ്കിലും ചെയ്യണം എല്ലാവരും. ഇത് എൻഡിനൽ പാറ്റേൺ, ഞാനിത് ഐ തിങ്ക് ഇനി ഞാൻ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് അല്ല, ഒന്നും പറയാനില്ല. മേ ബി ഇവിടെ എൻഡിനൽ പാറ്റേൺ എന്തെങ്കിലും 1 2 3 എൻഡിനൽ പാറ്റേൺ ഉണ്ടാക്കണുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഈ ഒരു ഏരിയയിൽ എൻഡിനൽ പാറ്റേൺ ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണോ, ട്രയാങ്കിളാണോ, എന്താണ് ഇപ്പോൾ ഒന്നും ക്ലിയർ അല്ല. ഇപ്പോൾ കാരണം വെച്ചാൽ ഡെവലപ്പ് ആയിട്ടില്ല അത്. ഇതുണ്ടോ,
ഇതായിട്ടില്ല. ബട്ട് കൺസോളിഡേഷൻ ആണ് നടക്കുന്നത്. റീസൺ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഈ ആൻറ്റിനൽ പാറ്റേണും പിന്നെ ഇവിടെയും ഇതൊക്കെ എല്ലാം കൂടി നടക്കുന്നുണ്ട്. സോ ഇത് അവോയ്ഡ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ സ്മോൾ എന്തെങ്കിലും ട്രേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാത്രേ ഉള്ളൂ. നാച്ചുറൽ ഗ്യാസ് NG, വാവ് പെർഫെക്റ്റ്. കണ്ട എത്ര ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. NG പവർഫുള്ളാണ്. ABCD NG താഴെ വരണം, ഇവിടെ വന്നിട്ട് റിവേഴ്സൽ എടുക്കും. ഇതൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എത്ര പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് താഴേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുക്കണം, ഇവിടെ വരണം, ഇവിടെ ഓൺ ടോപ്പ് ആയിരുന്നു ഞാൻ പറഞ്ഞൊരു പ്രൈസ് താഴേക്ക് വരണം. ഇവിടെ താഴെ വീണ്ടും ബൗൺസ് വന്നു, പിന്നെ വീണ്ടും വന്നു, എന്തെങ്കിലും സപ്പോർട്ട് എടുത്ത് ഈ ട്രാങ്കിളുടെ താഴെയും സപ്പോർട്ട് എടുത്ത് തിരിച്ച് മേളിലേക്ക് വരണം. സോ NG അപ്കമിങ് ടൈമിൽ ബ്ലാസ്റ്റ് തരുവാണെങ്കിൽ വെരി ഗുഡ്, നോക്കണം ബ്ലാസ്റ്റ് തരണം. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ മൂവ് എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ സോ മസ്റ്റായിട്ട് എല്ലാവരും ക്യാപ്ചർ ചെയ്യുന്നത്. സോ മേ ബി ഇനി ഇതിനകത്ത് മെയിൻ എന്താ വെച്ചാൽ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല സാറോ. ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ NG താഴേക്ക് തന്നെ പോവുള്ളൂ. അല്ലെങ്കിൽ ഇവിടുന്ന് നല്ലൊരു മൂവ് അപ്പ് സൈഡ് നമുക്ക് കിട്ടും. നമ്മുടെ ടാർഗറ്റ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, 2 ടാർഗറ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൺലി ഫോർ ലേണിംഗ് പർപ്പസ് ആണ്. ഓക്കെ, സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബാങ്ക് നിഫ്റ്റി 50 മിനിറ്റ്സ് ടൈം ഫ്രെയിം വരിക. യെസ്, ബാങ്ക് നിഫ്റ്റി ഇത് അന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്തായിരുന്നല്ലേ. സോ താഴേക്ക് വരണം, പ്രൈസ് താഴേക്ക് തന്നെ അന്ന് ഇതാണ് ഒരു ഇതായി ഗ്യാപ്പ് അപ്പ് ആയിപ്പോയി. അല്ലെങ്കിൽ പ്രൈസ് താഴേക്ക് തന്നെയാണ് വന്നേക്കുന്നത്. ഇതാണ് ഇവർ മാതിരി ചില സമയത്തെ മൂവ് നമുക്ക് ഉണ്ടാകും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. ആൻഡ് ദെൻ ഗ്യാപ്പ് അപ്പ് ആക്കി എല്ലാം കൊളാപ്സ് ആക്കി. ഇനി ഈ സ്ട്രക്ചർ ഇതാണ്, ഇങ്ങനെയാണ് മാറിയേക്കുന്നത്. സോ ഇതിനകത്ത് ഇത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇത് ഇനി റീഡ് ചെയ്യാനുള്ളത് പ്രൈസ് AI, ഇത് ബിയുടെ ബൗൺസ് ആണ്. ഷാർപ്പ് പോയേക്കാനാണ് എയുടെ ഹൈ ക്രോസ് ഇട്ട്, സോ ബിയുടെ ബൗൺസ് ആണ്. ആൻഡ് ദെൻ ഇസ് സി ഇവിടെ പോയി സി, ഇതാണ് സി. ഇപ്പോൾ ഓൺ ഗോയിങ്. സിയുടെ അകത്ത് 5 മൂവ്സ് ഉണ്ടാവണം. യെസ്, പെർഫെക്റ്റ്ലി 5 മൂവ്സ് ആയിട്ടുണ്ട്. കണ്ട കൗണ്ട് ചെയ്യുക എപ്പോഴും 1 2 3 4 5. ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നത് ലേണിംഗ് പർപ്പസിനാണ്. സോ ഇനി ബാങ്ക് നിഫ്റ്റി എന്താണ് അതല്ലേ നമ്മൾ ഒരു സംശയം ഉണ്ടാവും. എന്ത് ചെയ്യുക, ഫസ്റ്റ് പഠിക്കാൻ ഇപ്പോൾ ലേണിംഗ് ഫേസിലാണ്. സോ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇതെടുക്കുക, കോപ്പി ഇവിടെ വെക്കുക. ഓക്കെ, പെർഫെക്റ്റ്ലി സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് കറക്ഷൻസ് ABCയുടെ കറക്ഷൻസ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി. ABCയുടെ എയുടെ ലോവർ പോയിൻറ്റ് ആൻഡ് ബിയുടെ ഹൈ പോയിൻറ്റ് എങ്ങനെ പിടിക്കുക. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുക. പെർഫെക്റ്റ്ലി 100% റേഷ്യോ ഇത് കണ്ട അവിടുന്ന്. ആൻഡ് ഇതിൻ്റെ ബ്രൗൺ ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. കണ്ട, ഇതാണ് നമ്മുടെ എലിറ്റ് വ്യൂ തിയറി. മസ്റ്റായിട്ട് പഠിക്കുക എല്ലാവരും കൂടി. ആൻഡ് ദെൻ 100% ഇനി ഇത് ബ്രേക്ക് ചെയ്യാനേ പാടില്ല. ഓക്കെ, ഇനി ബ്രേക്ക് ചെയ്യാം എങ്ങനെയാണ്, ബട്ട് ഇത് ഇവിടുന്ന് തന്നെ ഫസ്റ്റ് ബൗൺസ് തരണം. മിനിമം ചാനലിൻ്റെ അവിടെ അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ വെരി ഗുഡ്. ഓക്കെ, സോ അതാണ് റൂൾ പറയണത്. സോ മോസ്റ്റ്ലി ചാൻസസ് മണ്ട് ചിലപ്പോൾ ഇനി ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് എന്തെങ്കിലും നോക്കാം. സോ ഇനി ഇവിടുന്ന് ബൗൺസ് വരുമ്പോൾ ബൗൺസ് മിനിമം 61.80% പറയണം. മിനിമം 61, ദാറ്റ് മീൻസ് ചാനലിൻ്റെ ആ ഒരു ഏരിയ. ആൻഡ് ദെൻ 81.20%. 81.20% ആ ഒരു ചാനൽ ബിയുടെ ഹൈ ആണ്. സോ ബി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് പ്രൈസ് ഓവറോൾ ബുള്ളിഷായി. പിന്നെ ഈ ഹൈ എന്തായാലും ഓവറോൾ ഈ മെയിൻ ഹൈ മേജർ ഹൈ നമ്മൾ എന്തായാലും ക്രോസ് ചെയ്യും. അങ്ങനെയാണ് എലിറ്റ് വ്യൂ തിയറി. ഓക്കെ, സോ ഇതാണ് നമ്മൾ ലൈവ് മാർക്കറ്റിൽ അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്താലേ നമുക്കത് റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. അങ്ങനെ തന്നെ റീഡ് ചെയ്യുക. ഞാൻ ഒത്തിരി വീഡിയോസ് ലേണിംഗ് സെക്ഷനിൽ ഒത്തിരി വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോകുവാണെങ്കിൽ ലേണിംഗ് വീഡിയോസിൻ്റെ ഒരു ഫോൾഡറാണ്. അതിനകത്ത് ഇഷ്ടംപോലെ ലേണിംഗ് വീഡിയോസ് ഡിഫറെൻറ്റ് ടൈപ്പ് എലിറ്റ് വ്യൂ ബേസ്ഡ് തന്നെയാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. സോ മസ്റ്റായി ഇത് കാണുന്നത് അതിനകത്ത് കയറിയിട്ട്. ഓക്കെ, സെൻസെക്സ് ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ. അപ്പോൾ ഇനി നിഫ്റ്റിയിൽ പോലെ തന്നെ സിറ്റുവേഷൻ ഐ തിങ്ക് തന്നെ. ഇതിൻ്റെ സപ്പോർട്ട്സ് ഇതൊക്കെ എല്ലാം നമ്മൾ ഓൾറെഡി മാർക്ക്ഡാണ്. ഇതിനകത്ത് എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇതിനകത്ത് തരാനില്ല. സപ്പോർട്ട്സ് ഇതിൻ്റെ ഓൾറെഡി മാർക്ക്ഡാണ്. അന്ന് നമ്മൾ ക്ലിയർലി എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 1 2 3 4 5 ആയി. ഇനി കൺസൾട്ടേഷൻ അത്ര ഡൗൺ തന്നെയാണ് 1 2 3 4 5. അതെ, ബട്ട് ഈ സപ്പോർട്ട്സ് നോക്കുക കേട്ടോ. ഇതിൻ്റെ ഈ സപ്പോർട്ട്സാണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിഫ്റ്റി മിനിറ്റ് ക്യാപ്സുലേറ്റർ ഞാൻ വീഡിയോ പെട്ടെന്ന് ഒത്തിരി ലോങ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. 50 മിനിറ്റ് ക്യാപ്സുലേറ്റർ നമ്മൾ ലാസ്റ്റ് എന്ത് ഡിസ്കഷൻ ഉണ്ട്, ട്രയാങ്കിൾ ഇൻ കേസ് ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ ഇവർ ഓക്കെ ട്രയാങ്കിൾ ഫോം ABCD. സോ പ്രൈസ് ഡൗൺ വരണം ഇൻ കേസ് ട്രയാങ്കിൾ ആണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരണം. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തന്നാൽ നമുക്ക് പറയാം ട്രയാങ്കിൾ അല്ല വേറെ എന്തോ ആയിരുന്നു. ബട്ട് ഇത് ട്രയാങ്കിൾ ആണെങ്കിൽ താഴേക്ക് തന്നെ ഇവിടെ നിഫ്റ്റി മിഡ് ക്യാപ്സുലേറ്റർ വരണം. ദെൻ തിരിച്ച് കയറുകയാണെങ്കിൽ വെരി ഗുഡ് അപ്പ് സൈഡ് നമുക്ക് ഇതിനകത്ത് കിട്ടും. സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കണം. താങ്ക് യു സോ മച്ച്.